Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഡൗൺലോഡ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിനായി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഓക്കെ, അത് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, സ്റ്റോറീസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാളാക്കി ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ എന്ന ബട്ടൺ അമർത്തുക. ലോഡ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും അടിക്കുക. യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം ഫോളോവിങ് ആൻഡ് സ്റ്റോറീസ് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ. ഫോളോവിങ്ങിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് കാണിക്കുക. സ്റ്റോറീസിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോറിയാണ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇത് നിങ്ങൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അവരുടെ സ്റ്റോറീസൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിലെ സ്റ്റോറി ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സ്റ്റോറി സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ ലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പച്ച ലോഗോ, ഒരു ഡൗൺലോഡ് ലോഗോ. ഓക്കെ, ഒരു ഗ്രീൻ കളറിൽ അതുമേ പ്രസ് ചെയ്യുക. ഓക്കെ, അതിന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർമിഷൻസൊക്കെ അലോ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡിങ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഡൗൺലോഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറി സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് പോസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യുക? അപ്പോൾ പോസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരുടെയാണോ ഫോളോവേഴ്സിൽ ആരുടെയാണോ സ്റ്റോറി ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ നേരത്തെ അതേപോലെ തന്നെ സ്റ്റോറി ഡൗൺലോഡ് ചെയ്ത പോലെ തന്നെ ഈ ഡൗൺലോഡ് ലോഗോമ നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഗാലറി സേവ് ആവുന്നതുമാണ്. ഓക്കെ, ഇപ്പോൾ സേവായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവിങ് ലിസ്റ്റിൽ ഇല്ലാത്ത ആരെങ്കിലും സ്റ്റോറി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെർച്ച് ബട്ടൺ. ആ സെർച്ച് ബട്ടൺമേ നോക്കി നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക. അയാളുടെ പേര് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അയാളുടെ പോസ്റ്റോ സ്റ്റോറി എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.